വീണ്ടും നിങ്ങളുമായിട്ട് സംസാരിക്കാൻ വീഡിയോയിൽ വരികയാണ്. ഒരുപാട് കണ്ടന്റുകൾ കാര്യങ്ങൾ ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ നമ്മുടേതായ രീതിയിൽ കണ്ടന്റുകൾ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ്. അപ്പോൾ അതിനിടയിലാണ് ഇപ്പോൾ ഇന്നലെ അമ്മായിയുടെ മരണം ഉണ്ടായത്. അപ്പോൾ ആ അമ്മായിയുടെ മരണത്തിന് ഏറ്റവും വലിയ കാരണം ബാങ്ക് ലോണായിരുന്നു. ആ ബാങ്ക് ലോണ് മകനെടുത്തതിൻ്റെ പേരിൽ അടക്കാൻ പറ്റാതെ വരികയും അവസാനം ബാങ്കിൻ്റെ ഭീഷണി ഉണ്ടായിരുന്നു. ബാങ്കിനെ കുറ്റം പറയാനും പറ്റില്ല. കാരണം വെച്ചാൽ ബാങ്കിന് അതിൻ്റെതായ റൂളുകളുണ്ട്, കാര്യങ്ങളുണ്ട്. സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് എടുത്ത എമൗണ്ട് ആയതുകൊണ്ടും പിന്നെ അവരുടെ റൂൾ അനുസരിച്ച് അവർ ഇത്ര ഒരു കാത്തു നിൽക്കുന്ന ഒരു ടൈമൊക്കെ ഉണ്ട്. ആ ടൈം വിട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും നമ്മുടെ നാട്ടിലെല്ലാവർക്കും അറിയാലോ. കാരണം നാട്ടിൽ ലോൺ എടുക്കാത്തവർ വളരെ ചുരുക്കമായിക്കണം. ഇപ്പോൾ നാട്ടിൽ നമ്മളെ ബാങ്ക് ലോണ് ഒരുവിധം അങ്ങനെ പോകുന്നുണ്ടെങ്കിലും ഇപ്പോൾ സാധാരണ ഈ ഒരുപാട് മിനി ലോണുകൾ നാട്ടിലിപ്പോൾ സുലഭമായിട്ട് നടക്കുന്നുണ്ട്. ഇത് സ്വാഭാവികമായിട്ടും വലിയൊരു ലോൺ തന്നെയായിരുന്നു. അത് അടച്ചു തീർക്കാൻ സ്വാഭാവികമായിട്ടും മകൻ ആദ്യം അടച്ച് വന്നിരുന്നതാണ്. നല്ല കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ അടച്ചു നിന്ന് ആൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ജോലിയും ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ബിസിനസ് ആവശ്യത്തിന് തന്നെയാണ് മൂപ്പരാൾ 25 ലക്ഷം റുപ്യ ഇവിടെ നിന്ന് എടുത്തിട്ട് UAE പിന്നെ മറിച്ചത്. അപ്പോൾ ആ ഒരു എമൗണ്ട് മാസം കൃത്യമായിട്ട് ആ ബാങ്കുകാരൻ അത് പറഞ്ഞിട്ടുണ്ട്, കൃത്യമായിട്ടൊക്കെ അടച്ചിരുന്നു. പക്ഷേ ആൾ മിസ്സായതിൻ്റെ പുറത്ത് പിന്നീട് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, അടക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതിൽ നിന്ന് വേറൊരു കാര്യം പറയുകയെന്ന് വെച്ചാൽ നമ്മൾ സ്വാഭാവികമായിട്ട് പ്രവാസികളാണ് കൂടുതലും വലിയൊരു എമൗണ്ട് ഒക്കെ എടുക്കുക ബിസിനസ് ചെയ്യാനോ അല്ലെങ്കിൽ വല്ല വീട് പണിയാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക്. എൻ്റെയൊക്കെ അഭിപ്രായത്തിൽ ഒരു 10 ലക്ഷത്തിന് മേലുള്ള ലോണുകൾ പരമാവധി ഒഴിവാക്കാൻ നല്ലത്. കാരണം മനുഷ്യന്മാരുടെ അവസ്ഥയാണ്. ഇപ്പോൾ നമ്മൾ ഈ ഡ്രൈവിംഗ്, ഇപ്പോൾ വണ്ടികളിൽ യാത്ര ചെയ്യാത്തൊരു കുറവുണ്ടാവുള്ളൂ. ഈ ഡ്രൈവർമാർ എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെപ്പോഴൊരു ആക്സിഡൻറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മുന്നിൽ ഇങ്ങനെ കണ്ടുകൊണ്ട് നടക്കുന്ന ആളുകളാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്ന് എന്താ സംഭവിക്കുക, എന്താണ് എങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ നമ്മൾ വീണ് കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിന് മുന്നോട്ട് പോകാനുള്ള വഴികളുണ്ടാവില്ല. അപ്പോൾ അതടയും. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ഇതുപോലെ ബാങ്ക് ലോണ് അടക്കാൻ പറ്റാതെ വരികയും ശേഷം ബാങ്കുകാർ അവരുടെ പ്രൊസീജിയർ അനുസരിച്ച് നമ്മുടെ ഇപ്പോൾ അതിൽ തന്നെ 2 വീട് വരുന്നുണ്ട്. ബാങ്കുകാർക്ക് കുറച്ചും കൂടെ ഒരു വിട്ടുവെച്ച് ചെയ്യായിരുന്നു. അതിൽ അവരെയും പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് തോന്നുന്നു. കാരണം അതിൽ 2000 സംതിങ് സ്ക്വയർ ഫീറ്റോളം വരുന്ന വലിയൊരു വീടുണ്ട്. 10-75 ലക്ഷം റുപ്യൊക്കെ ആ വീടിനും ഉണ്ടാവും. പിന്നെ അനിയൻ്റെ ഒരു വീടും അതിലുണ്ട്. അപ്പോൾ ആ പറമ്പ് ഒറ്റ പറമ്പാണ്, 21 സെൻറ്റ് പറമ്പുണ്ട്. അപ്പോൾ ആ ഒറ്റ പറമ്പിലാണ് ഈ 2 വീട് വന്നിട്ടുള്ളത്. അത് ഭാഗം വെക്കലോ കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. അത് ഇങ്ങനെ നീട്ടി കൊണ്ടേ അതൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് അല്ലെങ്കിൽ അതൊരു പിന്നീട് ആക്കാം എന്ന തീരുമാനത്തിൻ്റെ പുറത്താവാം. പക്ഷേ ബാങ്കുകാർ കടുംപിടുത്തം പിടിച്ചു. ബാങ്കുകാർ കാരണം ഒരു ആശ്വാസം ഉണ്ടായിരുന്നു, ഇനിയിപ്പോൾ ഇത് പോയാലും അത് എന്നുള്ളൊരു ആശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ അവർ ഒരു മനുഷ്യത്വം കാണിച്ചില്ല. അതിൻ്റെ ഭാഗമായിട്ട് ഉടനെ പോലീസും അതുപോലെ തന്നെ ബാങ്ക് ഉദ്യോഗസ്ഥരും വന്നിട്ട് പെട്ടെന്ന് വീട് സീൽ ചെയ്യണം, ആ സാധനങ്ങളൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് എറിയണം. കാരണം അത് അവർ ചെയ്യും, സ്വാഭാവികമാണ്. നമ്മളതിനെ ഒരു വലിയൊരു വിഷമത്തിൽ നമ്മൾ ഇരുന്നിട്ട് വീഡിയോ ചെയ്യാനോ അല്ലെങ്കിൽ അവരെ മോശമായിട്ട് പറയാനോ നമ്മൾ തയ്യാറല്ല. കാരണം അത് അതിൻ്റെ പ്രൊസീജിയറാണ്, നമ്മളത് അനുസരിച്ചേ പറ്റൂ. കാരണം അതിനൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലോൺ എടുക്കാൻ പാടുള്ളൂ. കാരണം ലോൺ എടുക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. സ്വാഭാവികമായിട്ട് ആളുകൾ ചിലപ്പോൾ പറയും അത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയും. പക്ഷെ എന്നിരുന്നാലും അവരുടെ പ്രൊസീജിയർ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ അങ്ങനെയാണ്, മറ്റുള്ളവരെ പണമല്ലേ. അപ്പോൾ അത് അങ്ങനെ തിരിച്ചു പിടിക്കും. പിന്നെ ഇപ്പോൾ ഇത് ഇങ്ങനെ സംഭവിച്ചപ്പോൾ വേറൊരു കാര്യം പറയാനുള്ള വെച്ചാൽ പരമാവധി ലോൺ എടുക്കാണ്ടിരിക്കുക. കാരണം ഇതുപോലെയുള്ള കുറേ ശാപം പിടിച്ച പൈസകളുണ്ടാവും. ആ അമ്മായി എൻ്റെ അമ്മായിയാണ്. അപ്പോൾ ആ അമ്മായി എത്ര ശപിച്ചിട്ടുണ്ടാവും, അതിൻ്റെ മനസ്സ് എത്ര വേദനിച്ചിട്ടുണ്ടാവും. നമ്മളിപ്പോൾ ലോൺ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതുപോലുള്ള ആളുകളുടെ ശാപം കിട്ടിയ പൈസ, അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ബുദ്ധിമുട്ടിയിട്ടുള്ള പൈസകളൊക്കെ ആവും. ഒരുപാട് ആൾക്കാർ ഇപ്പോൾ നമ്മളെ നാട്ടിൽ ഇപ്പോൾ ഒരുപാട് ആൾക്കാരെ വീടും പറമ്പും ഇതുപോലെ ജപ്തി ചെയ്ത് പോയിട്ടുണ്ട്. അതിന് ചില ഭാഗത്തു നിന്നൊക്കെ ചിലർ ഹെൽപ്പ് ചെയ്തിട്ടൊക്കെ ഇപ്പോൾ ഇതുപോലെ അവിടെ കോൺഗ്രസിൻ്റെ ആളുകളൊക്കെ അവിടെ പോയി സംസാരിച്ചിട്ടുണ്ട്. എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്യാം എന്നൊരു പ്ലാനിങ്ങിലൊക്കെ ഉണ്ട്. അത് പിന്നെ ഒരു വിൽക്കാനുള്ളൊരു ശ്രമം നടത്തിയിരുന്നു. അതും ഇപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ പറയുന്നത്. കാരണം വെച്ചാൽ വിൽക്കുമ്പോൾ സഭയിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു സംഭവമുണ്ട്. ഒരാൾ വീണ് കഴിഞ്ഞാൽ അത് അയാൾ എത്ര പരമാവധി ചവിട്ടാൻ പറ്റും അങ്ങനെ ചവിട്ടും ആളുകൾ. അപ്പോൾ അവിടെയും സംഭവിച്ചാൽ തന്നെയാണ്. അവിടെ ഇതുപോലെ വിൽക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് വളരെ ചെറിയ പൈസക്കാണ് ആളുകളൊക്കെ വന്ന് ചോദിച്ചത്. അത് വിറ്റ് കഴിഞ്ഞാലും അവിടെ ലോണ് അടച്ചു തീർക്കാനുള്ള എമൗണ്ട് ആവുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ, അത് ചിലർ അങ്ങനെയാണ്. അത് മനുഷ്യന്മാരൊരു സിസ്റ്റം അങ്ങനെയും തോന്നുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിലായാലും എവിടെ ആയി കഴിഞ്ഞാലും ഒരു ലോണിൽ പെട്ടെടുക്കുന്ന ഒരു വീടും പറമ്പാണെങ്കിൽ ആളുകൾ പോയി എടുക്കുക. 60 ലക്ഷം കിട്ടേണ്ട സാധനം ആളുകൾ പോയി ചോദിക്കുക 25 ലക്ഷം റുപ്യക്കൊക്കെയാണ് ചോദിക്കുക.
അപ്പം അതേ ഒരു സംഭവം ഇപ്പോൾ ആ വീടും പറമ്പുമായി ബന്ധപ്പെട്ടുണ്ടായി. പക്ഷെ അത് അങ്ങനെ കൊടുക്കാൻ അവരെ കൊണ്ട് പറ്റിയില്ല. പിന്നെ അത് എങ്ങനെയോ ആ കച്ചവടം അങ്ങനെ ഒഴിഞ്ഞു. പിന്നെ അപ്പം അത് അങ്ങനെ. അപ്പോൾ ഇത് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കി. ഇപ്പോൾ വാർത്തകളിലൊക്കെ എല്ലാവരും കണ്ടിട്ടും ഇതൊക്കെ ഉണ്ടാവും. പിന്നെ സർക്കാർ ഒരു സർക്കുലർ ഉണ്ട്, ആരെയും കുടിയിറക്കാൻ പാടില്ല എന്നുള്ള. അത് വെറും പറച്ചിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. സർക്കാരുകൾ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ തന്നെയാണ്. അത് വെറുതെ ആളുകളെ കൊണ്ട് ആ ഒരു പോസ്റ്ററും സംഭവങ്ങളൊക്കെ വന്നപ്പോൾ എല്ലാവരും ആഘോഷിച്ചു, ഇനി ജപ്തി നടപടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ. പക്ഷെ അതിനും ഏതെങ്കിലുമൊക്കെ ലൂപ്പ് ഹോൾ ഉണ്ടാവും. ആ വഴി വെച്ചിട്ട് ബാങ്കുകാർ എന്ത് ചെയ്യും, നമ്മളെ വീടും പറമ്പവർ കൊണ്ടുപോകും. അപ്പോൾ പരമാവധി എല്ലാവരോടും പറയാനുള്ള വെച്ചാൽ ലോണുകൾ എടുക്കുമ്പോൾ 10 ലക്ഷത്തിൽ ചുരുക്കുക. നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലും അത് ക്ലോസ് ചെയ്യാനും അല്ലെങ്കിൽ അടച്ചു പോകാനും നമുക്ക് പറ്റണം. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരു വരുമാന മാർഗം എന്തെങ്കിലും ഉണ്ടാക്കിയിടാം. ഇതുപോലൊക്കെ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലാണ് നമ്മൾ കൊടുക്കുക. അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കുക, ലോണുകൾ പരമാവധി ഒഴിവാക്കുക, ആർഭാടങ്ങൾ ഒഴിവാക്കുക. ആർഭാടങ്ങൾക്കാണ് എൻ്റെ അറിവിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ലോൺ എടുക്കുന്നത്. കാരണം വെച്ചാൽ നമ്മളെ നാട്ടിലിപ്പോൾ നടന്നുകൊടുക്കുന്ന വീടുകൾ തമ്മിൽ മത്സരമാണ്. കാണുമ്പോൾ പുറത്തേക്ക് ഭയങ്കര വീട് വെച്ചിട്ടുണ്ടാവും, നല്ല അടിപൊളി നല്ല നമ്മൾ കാണുമ്പോൾ ഭയങ്കര വലിയ വീടും നല്ല സെറ്റപ്പ് എല്ലാം ഉണ്ടാവും. പക്ഷേ ഒരു വലിയൊരു എമൗണ്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, ലോൺ ഉണ്ടാവും. മാസം ഏകദേശം ഒരു 55 റുപ്യ ഒക്കെ അടവ് വരുന്ന ആൾക്കാരൊക്കെ എൻ്റെ അറിവിലുണ്ട്. അത് അവരെ കൊണ്ട് എത്തിപ്പോകുന്നൊരു സമയം ഉണ്ടാവും. പക്ഷേ അത് എന്തെങ്കിലും ഒരു അസുഖം വന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട്, ഇപ്പോൾ ജോലി തന്നെ പോയി കഴിഞ്ഞാൽ ഉടനടി ഒരു 3-4 മാസമൊക്കെ വലിയ കുഴപ്പമുണ്ടാവില്ല. പക്ഷേ പിന്നീട് അവർ ജപ്തിക്ക് വരും. സ്വാഭാവികമായിട്ടും നമ്മൾ സ്വപ്നം കണ്ട് നമ്മൾ ആഗ്രഹിച്ചുണ്ടാക്കിയ വീടും പറമ്പും ബാങ്കാണ് കൊണ്ടുപോകും. നമുക്കൊന്നും പറയാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അതവസ്ഥ. നമ്മളിപ്പോൾ എൻ്റെ അമ്മമാരൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്നത് കേട്ടപ്പോൾ വളരെയധികം സങ്കടമായി. കാരണം വെച്ചാൽ അവർ വന്നിട്ട് പിടിച്ചിറക്കുകയാണ്. തീരെ വയ്യാതെ കിടക്കുന്ന അമ്മായിനെ പിടിച്ച് വലിച്ച് അഴിച്ചു കൊണ്ടുപോയി. എന്നിട്ട് അവിടെ നിന്ന് മാറാൻ പറഞ്ഞു, സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് എറിഞ്ഞു. അതൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ അത്രക്കും ആഗ്രഹിച്ചുണ്ടാക്കിയ അല്ലെങ്കിൽ നമ്മൾ അത്ര കാലം വിരുന്നുകാരെ സ്വീകരിച്ച ഒരു അഭിമാനത്തിൻ്റെ പ്രശ്നം കൂടെയാണത്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു അഭിമാനം, നമ്മളൊരു വീട്, നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ മലയാളികൾ അങ്ങനെയുണ്ടോ, അഭിമാനത്തിൻ്റെ ഒരു സിമ്പിളായിട്ടാണ് സംഭവം നമ്മളൊരു വീട് വണ്ടി ഒക്കെ വരിക. പക്ഷെ ആ ഒരു അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന രീതിയിലാണ് ഇങ്ങനെയുള്ള ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വരുന്നത്. അപ്പം അതുകൊണ്ട് ഇനിയെങ്കിലും നമ്മുടെ നാട്ടിലുള്ള നമ്മളെ ആളുകളൊക്കെ ശ്രദ്ധിക്കുക, ലോണുകൾ പരമാവധി കുറക്കാൻ ശ്രമിക്കുക, ആർഭാടങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കുക. എല്ലാവർക്കും ഇതുപോലെ കടങ്ങളൊന്നും ഇല്ലാത്ത ലൈഫ് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇൻഷാ അല്ലാഹ്.